വാത്സല്യം ചാരിറ്റി ട്രസ്റ്റും തമ്മിൽ സംഘടിപ്പിക്കുന്ന ഈ അമ്മ സൗഹൃദവേദിയുടെ 4ാമത് പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി എസ് സുജാത ടീച്ചറാണ്. തുടർന്ന് താഴെ പറയുന്ന ഈ മഹത് വ്യക്തിത്വങ്ങളെ ഈ സ്റ്റേജിൽ വന്നിരിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ജനറൽ സെക്രട്ടറി RS രാജൻ നായർ, പ്രൊഫസർ ഡോക്ടർ സനിൽകുമാർ, മുഖ്യപ്രഭാഷണം അദ്ദേഹമാണ്. താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് സൂപ്രണ്ട് വി അനിൽ ഡോക്ടർ. ചില ദുഃഖകരമായ കാര്യങ്ങളാൽ അദ്ദേഹത്തിന് ഇന്നിവിടെ വന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന് ഇന്നത്തെ നമ്മുടെ കുമാരി സൗമ്യ കൃഷ്ണന്, മറ്റൊന്ന് ശ്രീ S രവീന്ദ്രനാഥ്, പിന്നെ ഈ ചാരിറ്റി ട്രസ്റ്റിൻ്റെ മുഖ്യ രക്ഷാധികാരി ശ്രീമതി വിജയലക്ഷ്മി, K സുന്ദരേശൻ എന്നിവർ വന്നിരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം അനുഗ്രഹ ആശംസയോടുകൂടി ഇന്നത്തെ ഈ യോഗം ആരംഭിക്കാൻ പോകുകയാണ്. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി പ്രിയ അനൂപിനെ സ്നേഹപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. കേൾക്കുമാറാകണം പാവമാമെന്നെ നീ കാക്കുമാറാകണം, എന്നുള്ളിൽ ഭക്തിയുണ്ടാകുമാറാകണം, നിന്നെ ഞാനെന്നു നീ കാണുമാറാകണം, ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാമെന്നെ നീ കാക്കുമാറാകണം. സ്വാഗത പ്രസംഗം ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ശ്രീ RS രാജൻ നായരെ സ്നേഹപരിസരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അമ്മ സൗഹൃദവേദി എന്ന ഒരു കുടുംബ കൂട്ടായ്മ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്ന് കൃത്യമായി പറഞ്ഞാൽ 1 വർഷവും 4 ദിവസവും ആകുന്നു. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വളരെ ഏറെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ മാത്രം എടുക്കല്ല, എന്നോടൊപ്പം പ്രവർത്തിക്കുന്ന 9 കമ്മിറ്റി അംഗങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ടും, പിന്നെ സംഘടനയിൽ ഇതുവരെ അംഗത്വം എടുത്തിട്ടുള്ളവരും മറ്റ് അഭ്യുദയകാംക്ഷികളുമായിട്ടുള്ള ആൾക്കാരുടെ നിസ്സീമമായ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അപ്പോൾ അതിനെനിക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ സംഘടനയ്ക്ക് മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യം അല്ല. ഇപ്പോൾ ഇവിടെ തന്നെ വാത്സല്യം വൃദ്ധസദനത്തിൽ ഞങ്ങൾ 3 പ്രാവശ്യം വന്നുപോയി. 4ാമത് വീണ്ടും നിങ്ങളെ കാണുന്നതിനും നിങ്ങളുമായി കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ 3 പ്രാവശ്യവും ഞങ്ങളാൽ കഴിയുന്ന തരത്തിൽ കഴിയുന്നതും നല്ല വസ്ത്രങ്ങൾ ശേഖരിച്ച് ഇവിടെ എത്തിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിലുപരി ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണവും ഞങ്ങളുടെ വകയായി നൽകണം എന്ന് കമ്മിറ്റി തീരുമാനിക്കുകയും അതിനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങൾ വരും, നിങ്ങളെയൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം നിലനിർത്തുക എന്നത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം. ഈ സംഘടന വളരെ നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വളരെ ദീർഘമായ ഒരു സ്വാഗത പ്രസംഗത്തിനൊന്നും ഉള്ളൊരു വേദിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ട് സ്വാഗതം പറയേണ്ടുന്നത് ഞങ്ങളുടെ സംഘടനയുടെ അമ്മയ്ക്കാണ്. കാരണം അമ്മ സൗഹൃദവേദി എന്ന സംഘടനയ്ക്ക് ഒരമ്മ തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ സുജാത ടീച്ചറിനെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ ടീച്ചറിന് ശാരീരികമായി ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 1-2 കമ്മിറ്റികളിൽ വരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും അപ്പോൾ അന്വേഷിക്കുകയും അതിന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും നമ്മുടെ പ്രവർത്തനത്തെ എപ്പോഴും വളരെയധികം പ്രകീർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ടീച്ചർ. അപ്പോൾ ആദ്യമായി ഈ വേദിയിലേക്ക് ടീച്ചറിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു.
രണ്ടാമത്, ഇന്ന് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ സനൽകുമാർ. അദ്ദേഹത്തിന് വ്യക്തിപരമായി എനിക്ക് വലിയ പരിചയം ഇല്ല. ഈ സമീപകാലത്താണ് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയത്. അദ്ദേഹം മുൻ പ്രിൻസിപ്പലാണ് SN കോളേജ് പാമ്പനാർ, ഇടുക്കി. അവിടെ പ്രിൻസിപ്പലായിരുന്നാണ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മുടെ ശിവഗിരി SN കോളേജ് മലയാളം വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. പിന്നെ വിവിധ SN കോളേജുകളിൽ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു. കൂടാതെ ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. എന്നതിലുപരി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളിലും സജീവമായ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെയും ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത്, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് സുപരിചിതനായ ഒരു വ്യക്തിയാണ്. നമ്മുടെ സംഘടനയുടെ മുഖ്യ ഉപദേഷ്ടാവും വർക്കല താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ടുമായ ഡോക്ടർ അനിൽ. അദ്ദേഹം കഴിഞ്ഞ നമ്മുടെ ഈ ഒത്തുചേരലിനും ഇവിടെ വന്നിരുന്നു. നിങ്ങളോടൊപ്പം വളരെ നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു പ്രഭാഷണം അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ഇന്ന് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോഴും അദ്ദേഹത്തിനെ വിളിച്ചു. ഒരു മരണമായിരുന്നു, ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിനെ വിളിക്കുന്നത് അനൗചിത്യമാണ് എന്നെനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു, ഫോൺ എടുത്തില്ല. ഇപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചു. കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ, ഇതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ അതിന് ഡോക്ടർ വരുമോ എന്ന് അന്വേഷിക്കാനല്ല, ഡോക്ടറുടെ അനുമതിയോടുകൂടി ഞങ്ങൾ ഈ പ്രോഗ്രാം തുടങ്ങട്ടെ എന്ന് ചോദിക്കാനാണ് ഡോക്ടർ വിളിച്ചത്. അപ്പോൾ പറഞ്ഞു, സന്തോഷത്തോടുകൂടി നിങ്ങളത് ചെയ്യുക, എനിക്ക് വരാൻ കഴിയാത്തതിൽ പ്രയാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെങ്കിലും അദ്ദേഹത്തിനെ ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയാണ്. ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ ആളിരിപ്പുണ്ട്. സൗമ്യ കൃഷ്ണൻ. ഇത് സിവിൽ സർവീസ് പരീക്ഷയിൽ 196ാമത് റാങ്ക് കരസ്ഥമാക്കിയ കുട്ടിയാണ്. അപ്പോൾ നമുക്കറിയാം, സിവിൽ സർവീസ് എന്ന് പറയുന്നത് 3 വിഭാഗങ്ങളാണ്. 1 IAS, 2 IPS, 3 IFS. അതായത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പോൾ 196ാമത്തെ റാങ്ക് ആയതുകൊണ്ട് അതിന് IAS കിട്ടും എങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജില്ലാ കളക്ടറായിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ടോ വരേണ്ട ആളാണ്. ഇനി അഥവാ IAS കിട്ടിയില്ല, IPS ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയായിട്ടോ അതല്ലെങ്കിൽ പോലീസ് ഡയറക്ടർ ജനറൽ ആയിട്ടോ നാളെ വരേണ്ട വ്യക്തിയാണ്. ഇത് രണ്ടുമല്ല, ഫോറസ്റ്റ് സർവീസിലേക്കാണ് പോകുന്നതെങ്കിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റും അത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായിട്ടോ അല്ലെങ്കിൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയിട്ടോ വരേണ്ട കുട്ടിയാണ്. അപ്പോൾ എന്തായാലും ആ കുട്ടിയുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ IAS ആണ് അതിൻ്റെ മോഹം. ഇപ്പോൾ കിട്ടുന്ന IPS ആണെങ്കിൽ അത് സ്വീകരിക്കും. ഒരു ചാൻസ് കൂടി എഴുതി IAS നേടും. അതിന് നേടാൻ കഴിയട്ടെ എന്ന് നമുക്ക് ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ആ കുട്ടിയെ ഞങ്ങൾ ക്ഷണിക്കാനായിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കളും ആ കുട്ടിയും നമ്മളോട് കാണിച്ച ആ സ്നേഹവും അതുപോലെ തന്നെ നമ്മളോട് പെരുമാറിയ രീതിയുമൊക്കെ വളരെയധികം എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായി വളരെ സൗമനസ്യത്തോടുകൂടി നമ്മളോട് ഇടപഴകാൻ അവർക്ക് കഴിഞ്ഞു. മാത്രവുമല്ല, ഒരു പ്രത്യേകത കൂടി ഞാൻ പറയുന്നു. ഇന്ന് നിങ്ങൾക്ക് തരാനായി ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുണ്ടുകൾ മുഴുവനും സൗമ്യയുടെ പിതാവ് സംഭാവനയായി തന്നതാണ്. എല്ലാം പുതിയ മുണ്ടുകളാണ്. അതും ഞങ്ങൾ ഇന്ന് ഇവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ സൗമ്യയെ ഈ ഒരു വേദിയിലേക്ക് ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം സൗമ്യയുടെ മാതാപിതാക്കളെയും ഈ വേദിയിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി വസ്ത്രസമർപ്പണം നടത്തുന്ന ചടങ്ങ്, അത് നമ്മുടെ ബഹുമാനപ്പെട്ട അമ്മ സൗഹൃദ വേദിയിലെ അംഗമായ ശ്രീ രവീന്ദ്രനാഥ്, അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹവും നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പുതിയ ബെഡ്ഷീറ്റുകൾ വാങ്ങി നൽകിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആ വസ്ത്ര വിതരണം നടത്തുന്നത്. അദ്ദേഹത്തെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിൽ നമ്മുടെ ശ്യാമിനെ ഞാൻ പരിചയപ്പെടുന്നത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനും നമ്മുടെ ട്രഷറർ സുന്ദരേശനും ശ്രീ വിജയനും കൂടി പോയിരുന്നു. അപ്പോൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. വീട് കണ്ടപ്പോൾ തന്നെ ഈ ഗാനങ്ങളോട്, അതായത് പാട്ടിനോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും അതുപോലെ പാട്ടിനെ അദ്ദേഹം എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതും എനിക്ക് വ്യക്തമായി. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ
ഒരു ബോക്സ് കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, ഞാൻ ഒരു ബോക്സ് അല്ല, ഞാൻ എല്ലാ സെറ്റുമായിട്ടാണ് വരുന്നത് എന്ന്. വളരെ വളരെ സന്തോഷം. അദ്ദേഹം എന്തായാലും നമ്മളോടൊപ്പം സഹകരിച്ച് ഈ ഒരു വേദി ഇത്രയും ധന്യമാക്കാൻ അദ്ദേഹം ചെയ്ത പ്രവൃത്തി വളരെ, നമ്മൾ എന്ത് പറയാനാ, വളരെയധികം പ്രശംസിക്കേണ്ട ഒന്നാണ്. മാത്രമല്ല നല്ലൊരു ഗായകനാണ്. നിങ്ങളുടെ പാട്ടുകളിലൂടെ അദ്ദേഹം വളരെ നന്നായി സുഖിപ്പിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇനി സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ ഒരു മെമ്പറാണ്. ഈശ്വര പ്രാർത്ഥന ആലപിച്ച പ്രിയ അനൂപ്. പ്രിയ ഞങ്ങളുടെ ഒരു അംഗം തന്നെയാണ്. അതുകൊണ്ട് പ്രത്യേകം ഒരു സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. എന്നാലും പ്രിയയ്ക്കും ഞാൻ സ്വാഗതം പറയുന്നു. പിന്നെ നമ്മുടെ ട്രഷറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി വിജയൻ, നമ്മുടെ പാട്ടുമായി സഹകരിക്കുന്ന ശ്രീ ബാബുരാജ് ഉണ്ടോ ഇവിടെ? ബാബുരാജ് ഇവിടെ ഉണ്ട്. ബാബുരാജിനെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഇന്ന് നമ്മുടെ ഇതെല്ലാം ഫോട്ടോയും ക്യാമറയും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഗുരുപ്രിയ TV-യുടെ ഷിനുവിനൊപ്പം വന്നിട്ടുള്ള വർഷ, ഇവരെയും എല്ലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ സംഘടനാ അംഗങ്ങളായി ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തരെയും അതുപോലെ ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരെ എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിന് ശ്രീമതി എസ് സുജാതയെ ക്ഷണിച്ചോളും. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. ഞാൻ വന്നു, ഇവിടെ ഇരുന്ന് അവരെയൊക്കെ കണ്ടു, അകത്തോട്ടൊന്നും കയറിയില്ല. അപ്പം എല്ലാവർക്കും ഈ സംഘടനയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം നിങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ആദ്യമായി കണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും രൂപം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ആദ്യമായിട്ട് പോറ്റി, പിന്നെ ഇവിടെ ഇരിക്കുന്ന മറ്റ് അടുത്തയാൾ, വേറെ വ്യക്തി, ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും അച്ഛന് തുല്യപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അമ്മയ്ക്ക് തുല്യപ്പെട്ട ആളുകൾ, എല്ലാ പേരെയും ഈ നമ്മുടെ സംഘടനയിലേക്കും ഇന്നത്തെ യോഗത്തിലേക്കും ഞാൻ ക്ഷണിക്കുന്നു. എല്ലാവരും ഞങ്ങൾ ഇവിടെ വന്നെത്തി, ഇനി വരാനുള്ളവരുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവരും ഇനി അടുത്ത യോഗത്തിനെങ്കിലും നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് വരണം. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഘടനയിലെ ഒരു ഭാരവാഹിയായിട്ട് വരുന്നത്. വേറെ മറ്റേ MRIയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ രാജനാരി സാറൊക്കെ വന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലാണ് ഞാൻ ഈ യോഗത്തിലെ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയിലെ പങ്കെടുത്തത്, അല്ലെങ്കിൽ സ്ഥാനം ഏറ്റെടുത്തത്. ഞാൻ 37 വർഷം ഹെഡ് മിസ്ട്രസ്സായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. വർക്കര 18 വയസ്സിൽ കയറി അത്രയും വർഷം ജോലി ചെയ്തു. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യുന്നു. എനിക്ക് 3 മക്കൾ, അവരെയൊക്കെ നല്ലോണം നോക്കി പോകുന്നു. പക്ഷെ നിങ്ങളെ ഓരോരുത്തരെയും എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ച് വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു വലിയ അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ ഈ കണ്ടവരെ എല്ലാവരെയും എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ കളയില്ല. എല്ലാവരെയും ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവരെയും ഇനി അടുത്ത കമ്മിറ്റിയിൽ വരുമ്പോഴും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കണ്ടെത്തും, എല്ലാവരെയും ആദരിക്കും. അതുപോലെ പോറ്റി ശിവഗിരിയായിട്ട് ബന്ധപ്പെടുന്ന സാറ് എല്ലാവരെയും, നമ്മുടെ കമ്മിറ്റിയിലുള്ളവരും എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നു. ഇനി നടക്കാൻ പോകുന്നത് മുഖ്യ പ്രഭാഷണം. പ്രൊഫസർ ഡോക്ടർ സനിൽകുമാർ ആണ് ഈ മുഖ്യ പ്രഭാഷകനായി ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം മുൻ SM കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അതിനുപരി ശിവഗിരി ശ്രീനാരായണ ധർമ്മ പ്രചാരണ സഭയ്ക്ക് വേണ്ടി കേരളം മുഴുക്കയും പ്രഭാഷണം നടത്തുന്ന ഒരു അതുല്യ പ്രതിഭാശാലിയാണ് ഈ സനിൽകുമാർ. അദ്ദേഹത്തിന് സമയമില്ലെങ്കിലും ഇന്ന് ഇവിടെ വന്നെത്താം എന്ന് അദ്ദേഹം സമ്മതിച്ചത് നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിലുപരി
ഈ വൃദ്ധജനങ്ങളല്ല ഞങ്ങളുടെ എല്ലാം മാതാപിതാക്കളാണ്. നിങ്ങളെ ആരും കൈവിട്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് നയിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള നല്ലൊരു പ്രഭാഷണം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്നേഹ പുരസ്സരം മുഖ്യ പ്രഭാഷണത്തിനായി പ്രൊഫസർ ഡോക്ടർ സനിൽകുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ സ്നേഹാദരങ്ങളുള്ള രണ്ടു നല്ല പ്രസ്ഥാനങ്ങളുടെ സംയുക്തമായി നടത്തുന്ന ഈ സദുദ്ദേശ്യപരമായ ഈ ശ്രേഷ്ഠ പുണ്യ കർമ്മത്തിന് സാക്ഷിയാകാൻ എന്നെയും ക്ഷണിച്ചതിൽ എനിക്കേറെ സ്നേഹാദരങ്ങളുള്ള വിജയൻ ചേട്ടനും അതുപോലെ ഇവിടെ വന്നപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളെ, ഇവിടെ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ ദേവകുമാർ സാറുണ്ട്, എന്നെ മുൻപൊരിക്കൽ ഇവിടേക്ക് ക്ഷണിച്ച ശ്രീനാഥുണ്ട്, അതുപോലെ നമ്മുടെ സുന്ദരേശൻ സാറുണ്ട്. അധികം പരിചയപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഉള്ള പരിചയത്തിന് അർത്ഥമുള്ളതായിട്ട് തോന്നിച്ച് നമ്മുടെ പ്രസിഡന്റ് രാജൻ നായർ സാറ്, അതുപോലെ ഇവിടെ വാത്സല്യം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ നല്ല കാര്യത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി ടീച്ചറുണ്ട്, അതുപോലെ ഞങ്ങളുടെയൊക്കെ റെസിഡൻസിൻ്റെയൊക്കെ മുൻ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന പ്രിയപ്പെട്ട സുജാത ടീച്ചർ, ഈ അമ്മ സൗഹൃദ വേദിയുടെ. അങ്ങനെ ഇവിടെ നമ്മുടെ നാടിൻ്റെ മുത്തായിട്ട് വളർന്ന് ഞാനൊരു അധ്യാപകനും പ്രിൻസിപ്പലും ഒക്കെ ആയിരുന്നു. അപ്പം നമ്മൾ ഏറ്റവും ആദരിക്കുന്നത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളെ ബഹുമാനിക്കുന്നെങ്കിൽ ഇവർ പഠിച്ച് നേട്ടമായി കഴിയുമ്പോൾ ഞങ്ങൾ ഇവരെ അതിനേക്കാൾ ബഹുമാനിക്കും. അങ്ങനെ ഇന്ന് നമുക്ക് സൗമ്യ സുന്ദരമായി വർക്കലയ്ക്ക് അഭിമാനമായിട്ട് ഈ വർക്കലയുടെ തൊട്ടടുത്ത് അതിൽ വരുന്ന സൗമ്യ കൃഷ്ണൻ, സൗമ്യയുടെ ചേച്ചിയുമൊക്കെ കോളേജിൽ പഠിച്ച. അപ്പോൾ സൗമ്യ രൂപപ്പെടുത്തിയ അച്ഛനമ്മമാർ അവരതിനേക്കാളും ആദരവ് അറിയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നല്ല ഒരിടത്താണ് നമ്മൾ പല മീറ്റിങ്ങിലും ചെല്ലുമ്പോൾ വെള്ള ഷർട്ടും വെള്ളമുണ്ടും വെള്ളയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ ഉള്ളിലൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ടാണ്. പക്ഷെ ഇവിടെ നല്ല ഉദ്ദേശം വിജയൻ ചേട്ടൻ പറഞ്ഞാണൊക്കെ നിങ്ങളാരും കൈവിട്ടിട്ടില്ല, നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു 2 വർഷം മുൻപ് ഒരിക്കൽ ഇവിടെ വന്ന് അത് എൻ്റെ തൊട്ടടുത്ത് ഒരാഴ്ച എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു. അപ്പം ഞാനത് അപ്പോൾ ആലപ്പുഴയാണേലും വർക്കലയാണേലും വൃദ്ധജനങ്ങളും കാരുണ്യം അർഹിക്കുന്നവരെല്ലായിടത്തും ഒരുപോലെ ഞാൻ ആ ഒരു അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഭക്ഷണം ഇവിടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു നന്നായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. അച്ഛനില്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല. അമ്മയും നന്മയും ഒന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒത്തിരി തിരക്കുകളുണ്ടായിരുന്നു. 2 ദിവസം കായിക്കര പരിപാടി ഉണ്ടായിരുന്നു, 3 ദിവസം വർക്കല പരിപാടിയാണ്. ഇന്ന് 4 മണിക്ക് വിജയൻ ചേട്ടൻ എടുക്ക വരാൻ ഞാൻ അത്യധ്വാനം ചെയ്തിട്ടാണ്. എൻ്റെ ഭാര്യ പനിയൊക്കെ പിടിച്ചൊരു പരുവായിരിക്കും, അവളെന്നെ ഉപേക്ഷിച്ച് പോകരുതല്ലോ, അവളോട് പിണങ്ങാതെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നേച്ച് ഞാൻ ഓടി വരികയാണ്. കറക്റ്റ് സമയത്തേക്ക് വിജയൻ ചേട്ടനോട് പറഞ്ഞാൽ അത് മതി. ഇപ്പം നമ്മളിങ്ങനെ സമയമൊക്കെ കണ്ടെത്തണം. നമ്മളുടെ ഈ ജീവിതം എന്ന് പറയുന്നത് കിട്ടിയ നന്മകളിൽ സന്തോഷിക്കുക. ഇതൊന്നും നമ്മുടേതല്ല. നമ്മുടെ കിണറ്റിലെ വെള്ളം നമ്മുടെ കിണറ്റിലെ മാത്രമല്ല. നമ്മുടെ അച്ഛനമ്മമാർ നമുക്ക് തരുന്ന നമ്മുടെ അച്ഛനമ്മമാരുടെ മാത്രമല്ല. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം മൊത്തത്തിലായിട്ട് ദൈവം തന്നതാണ്. പിന്നെ ചില ഭാഗ്യവിപര്യം കൊണ്ട് ചിലരെ കൂടുതലായിപ്പോവും, ചിലരെ കുറവായിപ്പോവും. പിന്നെ കൂടുതൽ കിട്ടിയവർ കുറവുള്ളവർക്ക് ഇച്ചിരി കൊടുക്കണം. അത് അറിഞ്ഞു കൊടുക്കണം, പറയാതെ കൊടുക്കണം. മനസ്സിലായി? അതാണ് യേശുക്രിസ്തു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, 2 ഉള്ളവരെ 1 ഇല്ലാത്തവർക്ക് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എല്ലാം ഇപ്പം അച്ഛനമ്മമാർ നമ്മുടെ അമ്മയുടെ മക്കളായിട്ട് തന്നെ എല്ലാവർക്കും പിറക്കാം. പക്ഷെ നമ്മളെല്ലാം ശ്രീനാരായണ ഗുരുദേവൻ മഹാകാരുണികനായ ലോകം മുഴുവൻ സുഖം പകരുവാൻ ജ്ഞാനദീപമായി മാറിയ ശ്രീനാരായണ ഗുരുദേവൻ, യേശുദേവൻ, ഇവരെല്ലാം പറയുന്നേ അന്യർക്കു വേണ്ടി പ്രവർത്തിക്കുന്ന ഈശ്വര സന്നിധാനത്തിൽ. അന്യരില്ല, പ്രിയം അപരൻ്റേതിൻ പ്രിയം, മറ്റുള്ളവർക്ക് പ്രിയമായി ചെയ്യുക. എന്തെങ്കിലും ഒരു നന്മ ചെയ്യുക 100 പ്രഭാഷണത്തെക്കാൾ എഫക്റ്റീവാണ്. ഞാൻ എൻ്റെ വീട്ടിലൊരു അലമാരി തന്നെ വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ഒന്ന് ഭാര്യയ്ക്ക്, ഒന്ന് മോന്, ഒരലമാരി ഉണ്ട്. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് എപ്പോഴും നമുക്ക് കിട്ടുന്നതിനെടുത്ത് വെക്കും. അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. ചുമ്മാ കൈ മടക്കി വെച്ച് എനിക്ക് കൈ വയ്യ, എനിക്ക് അവർക്ക് കൊടുക്കണം. പക്ഷെ കൈ വയ്യാത്തവനെ സഹായിക്കണം. വിശക്കുന്നവൻ്റെ മുൻപിൽ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിലേ പ്രത്യക്ഷപ്പെടൂ.
അപ്പോൾ ഇവിടെ വിജയൻ ചേട്ടൻ നിങ്ങളാരും ഒറ്റയ്ക്കല്ല, നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ഉണ്ട്. ഞാൻ 2 വർഷം മുമ്പ് വന്നു പോയി, ഞാൻ പിന്നെ ഓരോ തിരക്കിലൊക്കെ പെട്ടുപോയി. ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ കുറ്റബോധത്തോടെ ഞാനിരിക്കുക, പിന്നെ ഒന്ന് വരാൻ എനിക്ക് പറ്റിയില്ലല്ലോ. ഞാൻ അന്ന് കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു, ഒത്തിരി ഉത്തരവാദിത്തം, പിള്ളേരുടെ പ്രശ്നം കാര്യങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞ 1 വർഷമായിട്ട് പെരവണിയുടെ തിരക്കിലായിരുന്നു. അതും കഴിഞ്ഞ് ഞാൻ ഇനിയിപ്പോൾ ശിവഗിരിയിലെ PR ആണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദേശങ്ങൾ എല്ലായിടത്തും പ്രചരിപ്പിക്കുക. അതിനകത്ത് ജാതി മതങ്ങളൊന്നുമില്ല, എല്ലാവരും ഒന്ന്. ഗുരുദേവൻ ജാതി മതം ഏതായാലും മനുഷ്യൻ നന്നായാലും. അപ്പം നമ്മളുടെ അമ്മമാർ, ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, പെൻഷനുണ്ട്, എൻ്റെ അച്ഛൻ്റെ പെൻഷൻ്റെ വീതമുണ്ട്, അങ്ങനെ 49 രൂപ കിട്ടുക. എന്നിട്ട് പോലും എൻ്റെ അമ്മയെ നോക്കാൻ എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് സമയമില്ല. അമ്മയുടെ പെൻഷൻ മേടിച്ച് പുട്ടടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സമയമില്ല. പെൻഷൻ ഉണ്ടാഞ്ഞിട്ടും ടെൻഷൻ. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയി നോക്കും. അമ്മയെ നോക്കാൻ തന്നെ ഒരാൾ അമ്മയെ നോക്കാനും ഒരാൾ അമ്മയുടെ കൊച്ചു വർത്താനം പറയാനും. അമ്മ വലിയ കൃഷ്ണഭക്തിയാണ്, കൃഷ്ണൻ്റെ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ 2 പേരെ നിർത്തിക്കുക. പിന്നെ അനിയൻ്റെ മകളോട് പറഞ്ഞ്, നിൻ്റെ അച്ഛൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടൊന്നും എനിക്ക് നിന്നോട് സ്നേഹമില്ല, അവന് ഒരു പാടി. നീ എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കിയാൽ നിൻ്റെ ഇനിയിപ്പം 10ാം ക്ലാസ്സിലെത്തിയില്ല, നിൻ്റെ പല കാര്യങ്ങളും ഞാൻ നോക്കും. അപ്പം നിൻ്റെ അച്ഛൻ്റെ അമ്മയെ പൊന്നുപോലെ നോക്കണം. നോക്കിയാൽ അവരുടെ അനുഗ്രഹം. ഒരു ടീച്ചറാണ്, ഇപ്പം ടീച്ചർ ഇവിടെ വന്നപ്പോൾ ഒരു വികാരം പങ്കുവെച്ചു. നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ടീച്ചറുണ്ടായ ആ ഒരു സ്നേഹം, ഇപ്പോൾ ഈ കാരുണ്യവും സ്നേഹവും ഒക്കെ മണ്ണ് വരണ്ടതുപോലെ മനസ്സ് വരണ്ടുകൊണ്ടിരിക്കുന്ന രക്ഷകർത്താക്കൾ പിള്ളേരെ പേടിക്കേണ്ട ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ചില ഭ്രാന്ത് പിടിച്ച മക്കളുണ്ട്, അവരോട് കഴിയുന്നതിലും ഭേദം അവിടെ കഴിയും. ചില ആക്ഷേപിക്കുന്ന മക്കളുണ്ട്, വെട്ടിക്കൊല്ലുന്നവരുണ്ട്. എന്തെല്ലാം പ്രശ്നത്തിൽ ഓരോ മുറിയുടെയും 2ഉം 3ഉം കുറ്റിയിട്ട് കിടക്കേണ്ട അവസ്ഥയിലെ വീടുകളൊക്കെ ഒരുതരം അപകടക്കെണികളായി മാറുന്ന വല്ലാത്ത നന്മയുടെ കണ്ണ് ചുടുന്ന ഒരു വല്ലാത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. മക്കൾ ഇപ്പം കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് പോലും വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരിക. മക്കൾ വേണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വന്നു. ഇനി കല്യാണമേ വേണ്ട. കാര്യം അച്ഛനമ്മമാരുടെ അടിപിടിയും പ്രശ്നമൊക്കെ കണ്ടിട്ട് പിള്ളേർ ഒന്നിനും സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് കടന്നു പോകണം. ഇങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ദൈവത്തിനോട് നന്ദിയുള്ളവരാണ്. ബാക്കി നമ്മുടെ എൻ്റെ എന്നായിട്ടൊന്നുമില്ല, എല്ലാത്തിൻ്റെയും ഭാഗം. എൻ്റേതായി ഒന്നുമില്ലെന്നാൽ എല്ലാറ്റിൻ്റെയുമാണോ ഞാൻ, അങ്ങനെ ചിന്തിക്കുക. ഞാനങ്ങനെ, എൻ്റെ അച്ഛനും പൊതുപ്രവർത്തകനായിരുന്നു. നാട്ടുകാർക്ക് മുഴുവൻ നന്മയാൻ അംഗനവാടി വരുത്തി എല്ലാവർക്കും ഭക്ഷണം കിട്ടാൻ സർക്കാരിൽ നിന്ന് ഭക്ഷണം. അതുപോലെ റോഡ് വന്ന് എല്ലാവർക്കും യാത്ര ചെയ്യാൻ സൗകര്യം. നാട്ടുകാർക്ക് ഗുണമുള്ള എല്ലാത്തിലും അച്ഛൻ ചെയ്യും. അപ്പം അങ്ങനെ നിന്നതുകൊണ്ട് മരിച്ചിട്ടും ഇപ്പോഴും അച്ഛൻ്റെ ഓർമ്മ 10-16 വർഷം. ഇപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ജീവിതത്തിന് അർത്ഥം. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, അവനവന് വേണ്ടി മാത്രം പാചകം ചെയ്യുന്നവൻ അത് മോശം പ്രവൃത്തിയാണ്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക് എന്തു ചെയ്യാൻ കഴിയും, അതാണ് ശ്രീനാരായണ ഗുരുദേവ ദർശനം. ഗുരുദേവന് കിട്ടിയ ആ ഒരു വലിയ അംഗീകാരം ഇല്ല. ഗുരുദേവൻ പറയുന്നത്, അയലു തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരൻ ആചരിച്ചിടേണം. കേട്ടോ, ഞാൻ ഈ വർക്കല വന്ന് വിവാഹം കഴിച്ച് എൻ്റെ ആലപ്പുഴയിലൊന്നും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ടല്ല, ഗുരുദേവൻ്റെ നാടാണല്ലോ, ശിവഗിരി പോവുകയും വരികയും ചെയ്യും. ഞാനിപ്പോൾ അവിടെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ PR ആണ്. അതിൻ്റെ കാര്യങ്ങളിലൊക്കെ 2500ഓളം യൂണിറ്റുകൾ ലോകത്തോട്ട്. വിജയൻ ചേട്ടൻ പറഞ്ഞ് ശരിയാണ്. വിജയൻ ചേട്ടനെ കണ്ടുമുട്ടുന്ന വിജയൻ ചേട്ടനും ഓരോ ചാരിറ്റി പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് ഗുണമുള്ള പ്രവർത്തനങ്ങൾ, അതാണ് എനിക്ക് വിജയൻ ചേട്ടനോടുള്ള അടുപ്പം. എൻ്റെ അയൽവക്കത്തുകാരനെന്നുള്ളതിനേക്കാളും അടുപ്പം വിജയൻ ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. ഒരിക്കൽ കേരളകൗമുദി വിജയൻ ചേട്ടൻ്റെ പ്രവൃത്തികളെ കുറിച്ചൊരു ലേഖനം. അതുപോലെ വിജയൻ ചേട്ടൻ്റെ ഒരു ഡോക്ടർ, നമ്മുടെ സുധാകരൻ ഡോക്ടർ, ഒത്തിരി നല്ല കാര്യങ്ങൾ ശിവഗിരി ആശുപത്രിയിലേക്ക് ചെയ്യുന്നു. ഇങ്ങനെ നല്ലവരുടെ കൂട്ടായ്മ. നമ്മുടെ എൻ്റെ കവി ദേവകുമാർ സാറുണ്ട്, കോളേജിൽ വന്ന് പാവപ്പെട്ട പിള്ളേർക്കൊക്കെ ഒത്തിരി സമ്മാനങ്ങൾ, അവർക്ക് ആദരവ് കൊടുത്തു. ആ മീറ്റിംഗ് സംഘടിപ്പിക്കാനൊക്കെ ഞാനിവിടെ സഹായിച്ചു. അതുപോലെ നമ്മുടെ കോളേജിൽ നിന്ന് ഒക്കെ പഠിക്കാനും എടുക്കാനും ഒക്കെ അവസരം കിട്ടി. ഇവിടെ സൗമ്യ 196 റാങ്ക് IPS. ഇപ്പം എൻ്റെ മോനെ അധ്യാപകനാക്കണം, അവൻ പഠിച്ച് ഡോക്ടറായി, അവൻ 5 വർഷവും റാങ്കായിരുന്നു. ഇപ്പം എന്തേ പാരിപ്പള്ളി ഞാൻ കൊടുക്കുന്ന പൈസയിൽ അവൻ ഓരോ സാധനം മേടിച്ച് രോഗികൾക്ക് കൊടുക്കും. അപ്പം ഞാൻ പറഞ്ഞു, നീ എൻ്റെ പുത്രൻ തന്നെ, ഞാനും ഇങ്ങനെയൊക്കെയാണ്. അവൻ പഠിക്കുമ്പോൾ എന്നോട് പറയാം, അച്ഛാ എനിക്ക് ഒരു 700 രൂപ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കും.
ഞാൻ പറഞ്ഞാൽ നിനക്ക് അങ്ങനെ ചിന്തിക്കാൻ തോന്നിയല്ലോ, അവൻ്റെ അച്ഛൻ മരിച്ചു പോയി, അവനൊരു ഷർട്ട് കൊടുക്കാം. അതുപോലെ അവന് ഈ ഇവിടുത്തെ പരീക്ഷ എഴുതിയതിൽ 36ാം റാങ്ക്, അതിൽ 30 മാർക്ക് വ്യത്യാസമുള്ളായിരുന്നു ഫസ്റ്റ് റാങ്കുമായിട്ട്. അവൻ്റെ ഒരു കൂട്ടുകാരൻ ആ ടെസ്റ്റ് കിട്ടായിരുന്നുകൊണ്ട് അവനൊരു മുട്ടായി പോലും മേടിച്ച് ആർക്കും കൊടുത്തില്ല. കാര്യം എൻ്റെ കൂട്ടുകാരന് സന്തോഷമില്ല, അവനെ സമാധാനിപ്പിക്കാനായിക്കൊണ്ട് ഇവൻ 4 ദിവസം. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പരിഗണിക്കുമ്പോഴാണ് മനുഷ്യനാകുന്നത്. മനുഷ്യനും മൃഗമായിട്ടുള്ള വ്യത്യാസം ഇതാണ്. ഗുരുദേവൻ പറയും കാരുണ്യം, ഇവിടെ വാത്സല്യം, കാരുണ്യം, അനുകമ്പ, ഈ ഗുണങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ പറയും ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ നാരായണൻ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റാതെ ജീവിക്കുന്നവർ ജീവിച്ചതായിട്ടാണ്. ഒരാൾ ഈ ലോകത്ത് നിന്ന് പിരിയുമ്പോൾ ആത്മാർത്ഥമായ ഒരു തുള്ളി കണ്ണുനീരിന് വക തരുന്നില്ലെങ്കിൽ അവരുടെ ജീവിതം പാഴ് ജന്മമായിട്ട് പറയും. ഇവിടെ ശിവഗിരിയിൽ ഒരു പയ്യനുണ്ടായിരുന്നു, ആ പയ്യൻ ഈയിടെ മരിച്ചുപോയി. ആ പയ്യൻ്റെ ഫോട്ടോ കാണുന്നത് എൻ്റെ ഒരാഴ്ചയായിട്ട് എന്നെ ആ വേട്ടയാണ്. അവൻ്റെ കൂട്ടുകാരും ചിലപ്പം വിട്ടുപോയി കാണുമ്പോൾ ചിരിക്കുകയും സ്നേഹം പറയുകയൊക്കെ ചെയ്യുക. അടിമാലിക്കാരനൊരു പയ്യനായിരുന്നു. ആ പയ്യന് ചുഴലി അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ ഭയങ്കര കണ്ടുകൂടിയൊക്കെ സഹിക്കവയ്യാതെ അമ്മ ആത്മഹത്യ ചെയ്തതും തൂങ്ങി വയ്ക്കുന്ന കണ്ടതിന് ശേഷം ഇവനുണ്ടായ മാനസിക ഇതുകളും അങ്ങനെ അവനെ ഉറക്കത്തിൽ കിടന്ന് ഉണരാതെ ആ പയ്യൻ പോയി. എന്നെ വല്ലാതെ എൻ്റെ ബന്ധുവല്ല, അവനിതല്ല, പക്ഷെ അവൻ എന്നെ കറിയോ സാറേ എന്താ കുശലം പറയുന്നു, സ്നേഹം പറയുന്നു. ആ പയ്യൻ്റെ ആ വേർപാട് എന്നെ ഇപ്പോഴും അലട്ടുന്നു. അപ്പോൾ അത് ബന്ധുസ്വന്തമൊന്നുമല്ല, നന്മയുടെ വെളിച്ചം മറയുമ്പോളേ നമുക്ക്. ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പൂവും പുസ്തകങ്ങളും മതി, വേറെ ഒന്നും വേണ്ട ജീവിക്കാൻ ആവശ്യം. പൂവ് തരുന്ന സുഗന്ധം, പുസ്തകങ്ങൾ തരുന്ന അറിവ്, അപ്പം ജീവിതം നിറമാകും. പക്ഷെ ഇപ്പോൾ നമ്മുടെ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിലൊക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അറിവുകൾ കുത്തി നിറച്ച് ഈ പുട്ടുപുഴുങ്ങി വെക്കുന്ന കണക്കാവുകയാണ്. അത് നല്ലപോലെ നനയ്ക്കാതെയും വേണ്ടത്ര തേങ്ങാപ്പീരി ഇടാതെയും ശരിക്കും ആവി വരാതെയും പാതി കുത്തിയിറക്കി ഈ വേഗാത്ത നമ്മുടെ പാകമാകാതെ പഴുത്ത പാണ്ടിക്ക പോലെ അത് പച്ചയാണോ പച്ചയല്ല, അത് പാകമായതാണോ, രണ്ടുമല്ലാതെ അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി ഒരു പാകപ്പെടാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു യുവജനങ്ങളെ സൃഷ്ടിക്കുന്ന അവസ്ഥ മാറുക. തന്നെ ഇവിടെ സൗമ്യയുടെ പെരുമാറ്റത്തിലറിയാം. സൗമ്യയുടെ അച്ഛനമ്മമാരിലൂടെയും സൗമ്യ ആർജിച്ച മര്യാദ. ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ ഉടനെ ചേച്ചി അവിടെ പഠിച്ചതാ സാറ് മലയാളമല്ലേ, ഞാനും മലയാളമാണ് ഐച്ഛിക വിഷയം, നമ്മുടെ മാതൃഭാഷ മലയാളം ഐച്ഛിക വിഷയമായിട്ട് എടുത്താണ് IAS ഇത്ര ഉയർന്ന റാങ്ക് മേടിച്ചിരിക്കുന്നെന്നുള്ള അവർ കയ്യടി അറിയിക്കുന്നു. ഒരു കയ്യടി. ഞാൻ മലയാളം സാറാണ്, എൻ്റെ അച്ഛൻ മലയാളം സാറാണ്. അന്ന് ഇംഗ്ലീഷ് എടുക്കാത്തതിൻ്റെ പേര് എന്നെ എൻ്റെ അനിയൻ ഒത്തിരി ആക്ഷേപിച്ച. അവൻ ഇതുവരെ ഒരു നിലയിലും ആയിട്ടില്ല. അപ്പം ഞാൻ മലയാളം എടുത്തു. എനിക്കിഷ്ടപ്പെട്ട നമ്മുടെ മാതൃഭാഷ, മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ എന്നെ രൂപപ്പെടുത്തി. ഞാനൊരു അധ്യാപകൻ, എനിക്ക് വലിയ മോഹങ്ങളില്ല. എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്ന സാമൂഹ്യ പ്രവർത്തകനുമായിരുന്നു. കിട്ടുന്ന എല്ലായിടത്തു നിന്നുള്ള അംഗീകാരങ്ങൾ കണ്ടപ്പോൾ ഒരു അധ്യാപകനാകണമെന്ന് എനിക്ക് തോന്നി. അതുപോലെ എനിക്ക് ഉറക്കത്തിലേക്ക് സ്വാർത്ഥതയുള്ള 11 മണിയാകുമ്പോൾ ഞാൻ വല്ല നിവൃത്തിയുണ്ട് ഉറങ്ങും. അപ്പോൾ ഡോക്ടർമാരൊക്കെ ഇപ്പോൾ എൻ്റെ മോനൊന്നും സമയത്ത് ഉറങ്ങാനോ കഴിക്കാനോ പറ്റാവും, വരുന്നു പോകുന്നു. എനിക്ക് അവനെ കൊണ്ടൊരു സഹായം. ഞാൻ പറഞ്ഞു നീ രോഗികൾക്കെങ്കിലും സഹായമാകട്ടെ. കാര്യം അവൻ ഓടിച്ചാടിയാണ് സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാതെ അവന് സുഖമില്ല വന്നിട്ട് ഞാൻ പിന്നെ അവനെ ആശുപത്രി. അപ്പോൾ അവൻ പറഞ്ഞു അച്ഛാ ഞങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ ഒരു പരിപ്പടയും ചായയും കുടിച്ചേലായി. അതുപോലെ ന്യൂറോളജിയുടെ ഡോക്ടർമാരൊക്കെ അവരൊക്കെ ഈ നർവസിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന അവർ ചിലപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ അടുക്ക കിടന്നുറങ്ങിപ്പോകും. കാര്യം ഒരു ഞരമ്പ് കാണാൻ മാറിപ്പോയ അവൻ്റെ ബന്ധുക്കൾ വന്ന് ഇങ്ങനെ എല്ലാ ഞരമ്പും മരിച്ചുകൊണ്ട് പോകും. ഈയിടെ ഏതോ ഒരു ആശുപത്രിയിൽ എന്തോ വണ്ണം കൂടിയത് കുറയ്ക്കാൻ, ഫാറ്റൊക്കെ കുറയ്ക്കാൻ എന്തോ ചെയ്ത ഒരു കൊച്ചിൻ്റെ കാര്യം ഇങ്ങനെ ഭാര്യ വാട്സപ്പിട്ട് കേൾക്കുന്ന ഞാൻ ഒളിഞ്ഞ് കേട്ട്. വല്ലാത്ത തട്ടിപ്പ് നടത്തി, ദേഹം മുഴുവനെ ഇതായിട്ടൊരു അങ്ങനെ എല്ലാ മേഖലകളിലും ഒരു ചീയല്, ഒരു നാറ്റം അടിക്കുന്ന സമയത്ത് ഇപ്പം നമ്മുടെ ചക്ക തന്നെ നല്ലതാണ്. അത് നല്ല പാകത്തിലായി എടുത്ത് കഴിച്ചാൽ അത് തന്നെ സമയം തെറ്റി അവിടെ കിടന്ന് ചീഞ്ഞ് നാറി ആ വഴിയും മോശമാക്കി കുരുത്തിച്ചാടി. അപ്പം നമുക്ക് നല്ലതായും ചെയ്യാം, മോശമായും ചെയ്യാം. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. കയർ, ആ കയർ കൊണ്ട് നമ്മൾക്ക് ഒരു ഊഞ്ഞാലാട് ഉണ്ടാക്കി ആടാം. അതേ കയർ ഉപയോഗിച്ച് കഴുത്തി കുരുക്കിട്ട് മതിയാക്കുകയും ചെയ്യാം.
അപ്പോൾ ഊഞ്ഞാലാക്കി തീർക്കുവാൻ ജീവിതത്തിലെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയൊക്കെ മറ്റു തരത്തിലെ നമ്മുടെ സന്തോഷവും നമ്മുടെ അനുഭവവും നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ പരിശോധിക്കലായി കണക്കാക്കുക. സന്യാസിമാരുടെ അവധൂത ജീവിതം പോലെ നമുക്കുണ്ടാകുന്ന പ്രതികൂല്യങ്ങളെ, പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. നമ്മുടെ ചില കാലക്കേടുകളെന്നും ഒക്കെ പറയും, അങ്ങനെയൊക്കെ ഉണ്ടാകും. ഞാൻ എല്ലാ അടുത്ത ബന്ധുക്കളുണ്ടായിട്ട് ഇടക്കാലഘട്ടത്തിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുക വരെ ചെയ്തവനാണ്. അപ്പോൾ എനിക്കറിയാം, അപ്പോൾ ആരെല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോൾ ആരുമില്ലെന്ന് നമുക്ക് തോന്നിക്കും. അപ്പോൾ നമുക്ക് ഈശ്വരനിലേക്ക് നമ്മൾ അർപ്പിക്കുക, എല്ലാവരെയും നമ്മുടെ ബന്ധുക്കളായി കാണുക. നമ്മൾ ആരുമല്ലെന്ന് ചിന്തിക്കുന്നവരായിരിക്കും നമ്മുടെ എല്ലാമായി പിന്നീട് മാറുന്നത്. അതുകൊണ്ട് ആരും അന്യരല്ല, എല്ലാവരും. അവിടെ പണ്ട് ശിവഗിരിയിൽ ഒരു ഗീതാനന്ദ സ്വാമി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാമി പറയും, ഞാൻ സന്യാസത്തിന് പോയപ്പോൾ എൻ്റെ അച്ഛനമ്മമാരെയൊക്കെ വിട്ടു, ലോകം മുഴുവനുള്ള അച്ഛനമ്മമാർ അപ്പോൾ എൻ്റെ അച്ഛനമ്മമാരായി മാറി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പറയും, എല്ലാവരും ആത്മസഹോദരൻ നല്ലേ പറയേണ്ടത് ഓർത്തുവെന്നാണ്. ആത്മസഹോദരൻ അവിടെ നമ്മുടെ എല്ലാ ഉള്ളിലെ ആത്മാവെന്നാണ്. ഈശ്വരൻ പരമാത്മാവാണെങ്കിൽ ആ പരമാത്മാവാവുന്ന വിളക്കിൽ നിന്ന് കൊളുത്തിയ തിരികളാണ് നമ്മളെല്ലാം ജീവാത്മാക്കളെ. ഇത് രണ്ടും ഒന്നാണെന്നുള്ള അദ്വൈത ബോധം തരുമ്പോൾ ഭക്ഷണം കഴിച്ചാലും സന്തോഷം, കഴിച്ചില്ലേലും സന്തോഷം. അപ്പം അങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുക. ചിലർ വയറു നിറച്ച് കഴിച്ചാലും പിന്നെയും 2-3 പഴം കൂടെ കഴിക്കാൻ പറ്റിയില്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരായി. ചിലർ ഒരു പഴം കഴിച്ചാലും അല്ലെങ്കിൽ ഒരു ചെറിയ ഭക്ഷണം കഴിച്ചാലും തൃപ്തിയോടെ. അപ്പം ജീവിതത്തിൽ തൃപ്തിയാണ് ഉണ്ടാകേണ്ടത്. പരിഭവങ്ങളോ പരാതികളോ മക്കളെയോ ബന്ധുക്കളെയോ ഒന്നും പറഞ്ഞിപ്പോൾ ഒരു കാര്യമില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങൾ, ഒന്നും പറയണ്ട. എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവരെ പോലെ കഴിഞ്ഞു. അപ്പം നമുക്കുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവർ, അവരാണ് നമ്മുടെ മക്കൾ. നമ്മളോട് ബന്ധുത കാണിക്കുന്നവർ, നമ്മളോട് ബന്ധിപ്പിക്കുന്നവരൊക്കെ ബന്ധുക്കളായിട്ടും ഓൺലൈനിൽ സന്തോഷിച്ചും കൂട്ടമായി കഴിഞ്ഞും പങ്കെടുത്തും പങ്കാളിത്തം. സന്തോഷം ഇരട്ടിക്കും. ദുഃഖമാണെങ്കിൽ അത് പങ്കുവെക്കുമ്പോഴേ അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദനത്തിൻ്റെ അനുമോദനത്തിൻ്റെ പൂച്ചെണ്ടുകളെ അർപ്പിക്കുന്നു. നാം ഈ ക്ഷേത്രത്തിലൊക്കെ പുഷ്പാഞ്ജലി കണ്ടിട്ടില്ലേ? അത്രയും നിർബല്യമായ ഒരു നിമിഷമാണ് കടന്നു പോകാൻ പോകുന്നത്. അവാർഡ് സമർപ്പണം. ഞാൻ ഈ ഇത്തരത്തിൽ IAS ലഭിച്ചിട്ടുള്ള പല വീട്ടിലും പോയിട്ടുണ്ട്. അവിടെയെല്ലാം ആ കുട്ടികളെങ്കിൽ വളരെ ധാർഷ്ട്യമായിട്ടായിരിക്കും സംസാരിക്കുന്നത്. മാതാപിതാക്കൾ മറ്റുള്ള രീതിയിലൊക്കെ ഈ മാതാപിതാക്കളും ഈ കുട്ടികളും വളരെ ലാളിത്യത്തോടുകൂടി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെ എതിരേറ്റത്, ഞങ്ങളുടെ മനസ്സ് നിറച്ച് വിട്ടത്. പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ഈ സംഘടനയുടെ അമ്മ സുജാത ടീച്ചർ ഇന്ന് കേരളത്തിൻ്റെ മുത്തായ, വർക്കലയുടെ മുത്തായ സൗമ്യയ്ക്ക് പൊന്നാട അണിയിക്കുന്ന രംഗമാണ്. ഈ സമയത്ത് 196 പൊന്നാടകൾ അല്ലെങ്കിൽ സ്വർണ്ണ മുദ്രകൾ ഈ പൊന്നാടയിൽ പതിച്ചിരിക്കുകയാണ്. ഈ സംഘടനയുടെ അമ്മ ഈ കുട്ടിയെ ഈ പൊന്നാട അണിയിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഈ അമ്മയുടെ ചൂട് ആ കുട്ടിക്ക് പകരുന്ന നിമിഷം നിങ്ങളെല്ലാം എണിച്ചു നിന്ന് കൈയടിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. മോളെ കെട്ടിപ്പിടിച്ച് കാണുമ്പോഴില്ല എല്ലാ ഭാരവാഹികളും കുട്ടികളും വരണമെന്ന് അപേക്ഷിക്കുകയാണ്. സംഘടനയുടെ മറ്റംഗങ്ങളെ ഈ ആദരവിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരം ആദരവുകൾ ശരിക്കും പറഞ്ഞാൽ എന്നെ കാട്ടി കൂടുതൽ അർഹിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ്. കാരണം ഇത്രയും വർഷം എനിക്ക് പഠിത്തത്തിന് വേണ്ടി സാമ്പത്തികമായും അതുപോലെ തന്നെ മാനസികമായും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളെപ്പോലുള്ള മാതാപിതാക്കളാണ് ശരിക്കും പറഞ്ഞ മക്കളെ വളർത്തി അവർ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തുന്നത്. എൻ്റെ അച്ഛനും അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ 32 വർഷം എന്നെ എൻ്റെ ചേച്ചിയെ വളർത്തി ഈ നിലയ്ക്ക് ആക്കിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഒരിക്കലും അച്ഛന് വേണ്ടി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഡ്രസ്സാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലും. അതുപോലെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് വേണ്ടാന്നും പറയില്ല. പകരം പൈസ ഇല്ലെങ്കിലും ചിരിക്കത്തേ ഉള്ളൂ, അല്ലാണ്ട് പൈസ ഇല്ലയെന്ന് പറയാറില്ല. അത്രയ്ക്കും സ്നേഹത്തോടെയാണ് എന്നെ വളർത്തി ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതിന് ശരിക്കും ഈ ആദരവ് കൊടുക്കേണ്ടത് അച്ഛനും അമ്മയ്ക്കുമാണ്. അതുപോലുള്ള നിങ്ങളുടെ അനുഗ്രഹവും എനിക്ക് വേണം. എനിക്ക് മുന്നിരിക്കുന്ന അപ്പൂപ്പൻ ആരാണെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് അപ്പൂപ്പനെ കാണുമ്പോൾ എൻ്റെ അപ്പൂപ്പനെ ഓർമ്മ വരുന്നത്. അപ്പൂപ്പന് 95 വയസ്സാണ്. അപ്പൂപ്പനാണെങ്കിൽ അപ്പൂപ്പൻ്റെ അനുഗ്രഹം എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്.
കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ പ്രാവശ്യം എക്സാം എഴുതുന്നതിന് മുൻപ്, അതായത് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് എൻ്റെ അപ്പൂപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ ഞാൻ പോയി. അന്ന് അപ്പൂപ്പൻ എനിക്ക് അനുഗ്രഹം തന്നില്ല, മുഖം തിരിച്ച് കാണിച്ചു. എന്തിനാണെന്നറിയില്ല, എന്തോ ഒരു ദേഷ്യം. പക്ഷെ അന്നത്തെ ആ ഒരു ശ്രമത്തിൽ എനിക്ക് കിട്ടിയില്ല. എന്നാൽ ഇപ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ എൻ്റെ അപ്പൂപ്പൻ എന്നെ അനുഗ്രഹിച്ച് വിട്ടു. സ്നേഹത്തോടെ എനിക്കിത് കിട്ടും എന്ന് പറഞ്ഞു വിട്ടു. എനിക്കിത് കിട്ടി. അപ്പോൾ അപ്പൂപ്പന്മാർ, എൻ്റെ അപ്പൂപ്പൻ അത്രയ്ക്കും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ അപ്പൂപ്പൻ്റെ അനുഗ്രഹം വളരെ പ്രധാനമാണ്. നിങ്ങൾ ഓരോരുത്തരും ഇപ്പം കടന്നു പോകുന്ന ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ കിട്ടുന്നൊരു ഘട്ടമാണ്. ഇത്രയും വർഷം മക്കൾക്ക് വേണ്ടി ചെലവഴിച്ച് സ്വന്തം ആവശ്യങ്ങളൊക്കെ ത്യജിച്ച്, എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ചിന്തിക്കാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും ഒക്കെ കിട്ടുന്നൊരു സാഹചര്യമാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ തന്നെ ഒരു പ്ലാൻ ഉണ്ട്. അതായത് മക്കളൊക്കെ ഇപ്പോൾ നല്ല നിലയായല്ലോ. എൻ്റെ അച്ഛനിനി കുറച്ച് പശുവിനെയൊക്കെ വാങ്ങിച്ച് അതിനെ നോക്കണമെന്നും അമ്മയ്ക്ക് സ്വന്തം ഒരു കുറച്ച് സൗന്ദര്യ കാര്യങ്ങൾ നോക്കാനും അതുപോലെ തന്നെ അമ്പലത്തിൽ പോയി ഭജന ഇരിക്കുക, അങ്ങനെ ഇപ്പോഴേ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കാരണം ഇനി അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാൻ ഉള്ള സമയമാണ്. അതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനും നിങ്ങളെ തന്നെ സ്നേഹിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ്. അതൊരിക്കലും പാഴാക്കരുത്. അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കുക. ഈ ആദരവുകൾക്കെല്ലാം വളരെ നന്ദി. എനിക്കധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല, പക്ഷെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ എന്തോ മനസ്സിനോട് ചേർന്നിരിക്കുന്ന എൻ്റെ അച്ഛനെയും അമ്മേനെയും അപ്പൂപ്പനെയൊക്കെ ഓർമ്മ വരുന്നു. ഒരുപാട് നന്ദി. നമസ്കാരം. സൗമ്യയ്ക്ക് IAS കിട്ടിക്കഴിഞ്ഞാൽ ഈ സമൂഹത്തോട് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്? ഓരോ ഫയലും ഓരോ കുടുംബമായിരിക്കും. അങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടത്തിൽ കടന്നു വരുന്ന ഓരോ ഫയലുകൾ നോക്കുമ്പോൾ മനസ്സിൽ അല്ലെങ്കിൽ ആ സമൂഹത്തോട് എന്ത് പ്രതിബദ്ധതയായിരിക്കും സൗമ്യ കാണിക്കുന്നത്? ശരിയാ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിക്കും ഞാൻ ഈ ഒരു സർവീസ് എടുക്കണം എന്ന് തന്നെ വിചാരിച്ചത് 2018 എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു പ്രളയം ഉണ്ടായി നമുക്ക്. ആ പ്രളയത്തിൽ ഒരുപാട് ജീവിതം, ഒരു 200ഓളം ആളുകൾ മരിച്ചുപോയി. ഒരുപാട് പേര് വീട് നഷ്ടപ്പെട്ടു. അവർക്ക് പലതും സംഭവിച്ചു. അന്ന് ഈ സിവിൽ സർവൻസ്, അതായത് UPSC എക്സാം എഴുതി പാസ്സായി IASഉം IPS ഒക്കെ ആയവരാണ് സാധാരണ ജനങ്ങളെ രക്ഷിച്ചത്. അവരുടെ പോലും നിലമറന്ന് 24 മണിക്കൂർ വരെ അവർ പ്രവർത്തിച്ചു. അപ്പം അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് സർവീസ്, അതായത് സാധാരണ ജനങ്ങളിലേക്ക് എന്തെല്ലാം അവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് നിഷേധിക്കപ്പെട്ടുന്ന സർവീസുകൾ പോലും എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറണമെന്നാണ് എനിക്ക് ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ശരിക്കും ഈ ഒരു എക്സാം എഴുതണമെന്ന് വിചാരിച്ചത്. എൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ട് എനിക്ക് ശരിക്കും ഒരു ശാസ്ത്രജ്ഞയാവാനാണ് കഴിയുക. പക്ഷെ ഒരു ശാസ്ത്രജ്ഞ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്താൻ ഒരുപാട് ദിവസങ്ങൾ, ചിലപ്പോൾ എത്തത്തുകൂടെ ഇല്ല. എന്നാൽ ഇതുപോലുള്ള സർവീസിൽ കയറിക്കഴിഞ്ഞാൽ സാധാരണ ജനങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ കഴിയും. നമുക്ക് ഒരുപാട് അഴിമതി നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ അഴിമതി മൂലം പലർക്കും ലഭിക്കേണ്ട സർവീസുകൾ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഒരാൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ മുന്നിൽ കാണുന്ന എന്തും അത് സാധാരണ ജനങ്ങൾക്ക് അർഹിക്കപ്പെടുന്ന സേവനങ്ങളാണെങ്കിൽ അത് എത്തിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ശരിക്കും ഇതിലേക്ക് വരാൻ ആഗ്രഹിച്ചത്. സർ, സംഘടനയുടെ കൂട്ടാളികളെ, ഇന്നിവിടെ ഏറ്റവും നല്ല റാങ്ക് വാങ്ങി നമ്മുടെ നാട്ടിനെ സംരക്ഷിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തോടുകൂടി വന്നെത്തിയ സൗമ്യ കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ, മറ്റിവിടെ വന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും പല പ്രാവശ്യങ്ങളായി അമ്മ സൗദവേദി നമുക്ക് വേണ്ട സഹായങ്ങളും വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാ കാര്യത്തിനും നമുക്ക് കൂട്ടായിട്ട് നിൽക്കാം എന്നുള്ള ഉറപ്പും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ വന്നെത്തിയ എല്ലാവർക്കും ഞാൻ വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. ഏറ്റവും നല്ലൊരു ഗായകനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ വളരെ നല്ല നിലയിൽ 2 ഡോക്ടറാണ്. മകന് അബുദാബിയിൽ ജോലിയുണ്ട്. പക്ഷേ ഇവിടെ വരികയും ഇന്ന് നമ്മളോട് ഈ സ്നേഹ സൗഭാഗ്യം കാണിച്ചതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പൊന്നാടാനിരിക്കുകയാണ്. പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത്. എൻ്റെ റൂമിൽ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചപ്പോൾ ഇങ്ങനെ സൗണ്ട് സിസ്റ്റം വേണം, ചെറിയൊരു ബോക്സ് അവിടെ ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നാൽ മതി എന്നാൽ പറഞ്ഞാണ് വന്നത്. പിന്നെ ഞാൻ വലിയൊരു മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ അത് വളരെ മോശമല്ലേ, അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാം
കൊണ്ടുവരാനുള്ളത്. അങ്ങനെയാണ് കൊണ്ടുവന്നത്. എന്തായാലും എന്നെ ഈ ഒരു പൊന്നാടാൻ അനയിച്ചതിനുള്ള നന്ദി പറയണമെന്ന് എനിക്കറിഞ്ഞൂടെ. എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തി.